ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ശൈവ ഐതിഹ്യങ്ങളിൽ ഒന്നാണ്. ഈ കഥയുടെ കേന്ദ്രത്തിൽ സതി, ശിവ, ദക്ഷ എന്നിവരാണ്. ദക്ഷൻ പ്രജാപതിമാരിൽ ഒരാളും സതിയുടെ പിതാവുമായിരുന്നു. സതി ശിവനെ വിവാഹം കഴിച്ചതിൽ ദക്ഷന് സന്തോഷമുണ്ടായിരുന്നില്ല. ഒരിക്കൽ ദക്ഷൻ വലിയൊരു യാഗം സംഘടിപ്പിച്ചു. എല്ലാ ദേവന്മാരെയും ഋഷിമാരെയും ക്ഷണിച്ചെങ്കിലും ശിവനെ മനഃപൂർവ്വം ഒഴിവാക്കി. യാഗത്തിലേക്ക് ക്ഷണം ലഭിക്കാതിരുന്നെങ്കിലും അവിടേക്ക് പോകാൻ സതി ആഗ്രഹിച്ചു. ശിവൻ പോകേണ്ടതില്ലെന്ന് പറഞ്ഞെങ്കിലും സതി യാഗശാലയിലെത്തി. അവിടെ ദക്ഷൻ ശിവനെ അപമാനിക്കുന്നത് കേട്ട് സതി അത്യന്തം ദുഃഖിതയായി. ശിവനെ അപമാനിക്കുന്ന വീട്ടിലെ മകളായി തുടരാൻ എനിക്കാവില്ല എന്ന് പറഞ്ഞ് സതി യാഗാഗ്നിയിൽ ആത്മത്യാഗം ചെയ്തു. സതിയുടെ മരണവാർത്ത കേട്ട ശിവൻ അത്യന്തം കോപാകുലനായി. തൻ്റെ ജടയിൽ നിന്ന് വീരഭദ്രനെ സൃഷ്ടിച്ച് യാഗം നശിപ്പിക്കാൻ അയച്ചു. വീരഭദ്രൻ യാഗശാല തകർക്കുകയും ദക്ഷന്റെ തല വെട്ടുകയും ചെയ്തു. പിന്നീട് ദേവന്മാർ ശിവനോട് ക്ഷമ ചോദിച്ചു. ശിവന്റെ കോപം ശമിച്ചപ്പോൾ ദക്ഷന് വീണ്ടും ജീവൻ നൽകി. ചില പുരാണങ്ങളിൽ ആട്ടിൻ തല ഘടിപ്പിച്ചാണ് ദക്ഷനെ ജീവിപ്പിച്ചതെന്ന് പറയുന്നു. തുടർന്ന് യാഗം പൂർത്തിയായി. ഐതിഹ്യമനുസരിച്ച് ഈ ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ അമ്പലം. അതുകൊണ്ടാണ് അവിടെ സാധാരണ ക്ഷേത്രങ്ങളെ പോലെ ശ്രീകോവിലും സ്ഥിരപ്രതിഷ്ഠയും ഇല്ലാത്തത്. പ്രകൃതിയെ തന്നെ ദൈവസാന്നിധ്യമായി കണ്ട് ആരാധിക്കുന്നു. ക്ഷേത്രത്തിന് സമീപം ഒഴുകുന്ന ബാവേലി പുഴയും വനപ്രദേശവും ഈ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ സ്ഥലങ്ങളായി കണക്കാക്കപ്പെടുന്നു. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ഏകദേശം 28 ദിവസത്തോളം നീണ്ടു നിൽക്കുന്നു. ദക്ഷയാഗത്തിന്റെ വിവിധ ഘട്ടങ്ങൾ ആചാരങ്ങളിലൂടെ പുനരാവിഷ്കരിക്കുന്നതാണ് ഈ ഉത്സവത്തിന്റെ പ്രത്യേകത. കേരളത്തിനകത്തും പുറത്തു നിന്നുള്ള ആയിരക്കണക്കിന് ഭക്തർ ഈ സമയത്ത് കൊട്ടിയൂരിലെത്തുന്നു. ഭക്തർ വിശ്വസിക്കുന്നത് കൊട്ടിയൂരിൽ ദർശനം നടത്തുന്നത് ശിവന്റെയും സതിയുടെയും ദിവസ്മരണയിലൂടെ ആത്മശാന്തിയും അനുഗ്രഹവും നൽകുമെന്നാണ്.